പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ടാണ് നാം ഓരോ സ്റ്റെപ്പുകൾ വയ്ക്കുന്നത്. പരാജയപ്പെടുവാനായിട്ടുള്ള സ്റ്റെപ്പുകൾ നാം വയ്ക്കാറില്ല. ഇത് പരാജയമാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് നാം വയ്ക്കുവാനായിട്ടും തയ്യാറാവുകയില്ല. അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരും വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഓരോരോ സ്റ്റെപ്പുകൾ വയ്ക്കാറുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം അത് ചെയ്യുന്നതിലൂടെ, ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ താൻ ജയിച്ചു എന്ന് സ്വാഭാവികമായി കരുതുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള സകലമാന ജനങ്ങളും ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്, ജയിക്കുവാൻ വേണ്ടി സ്റ്റെപ്പുകൾ വയ്ക്കുന്നവരാണ്. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവന് ഇഷ്ടമുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുകയും അതിൽ വിജയിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഭവനത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു വ്യക്തി ആ ഭവനത്തെ എത്രത്തോളം സന്തോഷമുള്ളതാക്കി മാറ്റുവാൻ കഴിയുമെന്നും ഈ കുടുംബജീവിതം എത്രത്തോളം മനോഹരമാക്കി മാറ്റുവാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ച് പുതിയ പുതിയ സ്റ്റെപ്പുകൾ വയ്ക്കും. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പുതിയ പുതിയ ബിസിനസ് മേഖലകളിലേക്ക് അദ്ദേഹം തൻ്റെ കാൽച്ചുവടുകൾ വയ്ക്കും, വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ. ഇന്ന് പകലിൽ വേദപുസ്തകത്തിൽ നിന്ന് വിജയിക്കുവാനായിട്ടുള്ള ചില പ്രധാനപ്പെട്ട സംഗതികൾ നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള ഈ ദൈനംദിന വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നീണ്ട 70 കൊല്ലത്തെ ബാബേൽ പ്രവാസത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കോരശ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ബാബേൽ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പേർഷ്യൻ സാമ്രാജ്യം അധികാരത്തിൽ വന്നതിന് ശേഷം കോരശ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം സെരുബാബേൽ അടക്കം ഒരു കൂട്ടം പേർക്ക് ആ ചിതറിക്കിടന്ന ആ ദേശത്ത് നിന്ന് തിരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി വരുവാനും യെരൂശലേമിൽ തകർന്നു കിടന്ന, ചുട്ടരിക്കപ്പെട്ട് കിടന്നിരുന്ന ആ ദൈവാലയം അടിസ്ഥാനം മുതൽ പുതുക്കി പണിത് വളരെ മനോഹരമായിട്ട് ആ പണികൾ പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം അവരെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാം ഒരുമിച്ച് ധ്യാനിക്കുകയുണ്ടായി. പല പ്രതിസന്ധികൾ, പല വെല്ലുവിളികൾ ഈ പണികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് സംഭവിച്ചുവെങ്കിലും അതിനേക്കാളും ഏറ്റവും മനോഹരമായി അവരുടെ ഈ വരവിൻ്റെ ദൗത്യം ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ കരം അവർക്ക് സഹായമായി കൂടെ ഇരിക്കുകയും ആ പണി ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ദൈവം അവരെ സഹായിക്കുകയും ചെയ്തു. എന്നാൽ ആ യാത്ര പൂർണ്ണമായി 100% വിജയകരമായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് അവരുടെ ദൗത്യം അവർ പൂർത്തീകരിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെയുള്ള ജനങ്ങൾ, അവിടെ പാർത്തിരുന്ന ജനങ്ങൾ, അവർ വളരെ വലിയൊരു മൂല്യച്യുതിയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജനങ്ങളിൽ പാപം പെരുകുകയും വഷളത്വം പെരുകുകയും ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ആരാധനാലയം ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന് വിപരീതമായി ജീവിതങ്ങളെ തിരിക്കത്തക്ക അളവിൽ വളരെ പൈശാചികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് അവർ വഴുതി മാറുകയാണ്. ഇതിനൊരു അന്ത്യം കുറിക്കുക എന്നുള്ള ദൈവിക നിയോഗത്തിൻ പ്രകാരം അർത്ഥശിഷ്ട രാജാവിൻ്റെ കാലഘട്ടം എത്തുമ്പോൾ എസ്രാ ശാസ്ത്രി തന്നോടൊപ്പം ഒരു കൂട്ടം പേരെ കൂടെ ചേർത്തുകൊണ്ട് യഹൂദയിലേക്ക്, അല്ലെങ്കിൽ ആ യെരൂശലേം സ്ഥിതി ചെയ്യുന്ന യഹൂദയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്താൽ എസ്രാ ശാസ്ത്രി നിയുക്തനാവുകയാണ്. എസ്രാ ശാസ്ത്രിയെ പറ്റി പറയുന്നു, അദ്ദേഹം ന്യായപ്രമാണത്തിൽ ഏറ്റവും നിപുണനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. താനൊരു ജ്ഞാനിയായിരുന്നു. ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുവാൻ താനൊരു പ്രഗത്ഭനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണല്ലോ ദൈവം തന്നെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഈ ഒരു വലിയ ദൗത്യത്തിനായിട്ട്, ഈ ഒരു മഹത്തായ സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് താൻ തയ്യാറാകുകയാണ്. തൻ്റെ മേൽ നിയുക്തമാക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യം, ആ ദൗത്യം ഒട്ടും ചെറുതല്ല. ഒരു വലിയ സ്റ്റെപ്പ് വയ്ക്കുവാൻ ദൈവത്താൽ താൻ നിയുക്തനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എസ്രാ ശാസ്ത്രി തന്നോടൊപ്പം കൂടെയുള്ളവരെല്ലാം ഒരുമിച്ച് ചേർത്ത് അഹവ ആറ്റിൻ കരയിൽ കൊണ്ട് നിർത്തുകയും അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവരുടെ യാത്ര തുടങ്ങുകയും ആ വലിയൊരു സ്റ്റെപ്പ് അവർ കാലുകളെടുത്ത് വയ്ക്കുകയും എസ്രാ 8-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുകയാണ്, അങ്ങനെ ഞങ്ങൾ യെരൂശലേമിൽ എത്തി അവിടെ 3 ദിവസം പാർത്തു. ആ വലിയ സ്റ്റെപ്പ് അവർ വയ്ക്കുവാനായിട്ട് തയ്യാറായി. ആ സ്റ്റെപ്പ് വിജയകരമായി പൂർത്തീകരിക്കത്തക്ക വിധത്തിൽ ദൈവം അവരെ സഹായിച്ചു. ഇന്ന് പകലിൽ
ദൈവം നമ്മളെയും ഇതുപോലെ ചില സ്റ്റെപ്പുകൾ വയ്ക്കുവാനായിട്ട് സഹായിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ മേൽ പകർന്നുകൊണ്ട്, ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ മേൽ ഇട്ടുകൊണ്ട്, ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരം നമുക്ക് സഹായമായി കൂടെ ഇരുന്നു കൊണ്ട് ചില സ്റ്റെപ്പുകൾ പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് പോവുകയാണ്. ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ യാത്ര, ഈ ദൗത്യം, ഈ സ്റ്റെപ്പ് ഇത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ എസ്രായ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് നാം ഒരുമിച്ച് വേഗത്തിൽ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമതായി, ഈ എസ്ര 7-ാമത്തെയും 8-ാമത്തെയും ഒക്കെ അധ്യായങ്ങൾ നാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമുണ്ട്, ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്നു എന്ന്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദമാണത്. ദൈവത്തിൻ്റെ കരം എസ്രാ ശാസ്ത്രിയോടൊപ്പം കൂടെയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഒരു യാത്രയ്ക്കായിട്ട് നാം ഒരുങ്ങുമ്പോൾ, ഒരു സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ നാം ഉറപ്പ് വരുത്തേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെയുണ്ടോ എന്ന് നാം തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ വഴിയിലുമാണോ നാം നടക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പ്, ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് നാം തിരിയുന്നതിന് മുമ്പ്, ഒരു വിവാഹ ജീവിതത്തിലേക്ക് നാം കടക്കുന്നതിന് മുമ്പ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുക, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. ദൈവമേ, ഞാൻ ഈ വയ്ക്കുവാൻ പോകുന്ന ഈ സ്റ്റെപ്പിൽ അവിടുത്തെ കരം കൂടെയുള്ളൊരു സ്റ്റെപ്പാണോ ഞാൻ വയ്ക്കുവാനായിട്ട് പോകുന്നത് എന്ന് ദൈവത്തിങ്കൽ കാതോർത്ത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, ഈ ദൈവത്തിൻ്റെ കരം എന്നുള്ള ഈ പ്രയോഗം ഒരു തവണയല്ല, പലതവണ ആവർത്തിച്ച് ഈ എസ്രായുടെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം, ആ ഒരു വിശ്വാസം, ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെയുണ്ട്, ഞാൻ ഈ വയ്ക്കുവാനായിട്ട് പോകുന്ന സ്റ്റെപ്പിൽ ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം എസ്രാ ശാസ്ത്രിയുടെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നും ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട് എന്നും വിശ്വസിക്കുവാനായിട്ട് തയ്യാറാക്കുക. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക്, അങ്ങനെ ഒരു കൺഫർമേഷനിലേക്ക് നാം ചെന്നെത്തുക. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് വിശ്വസിക്കുക മാത്രമല്ല, അത് തിരിച്ചറിയുക മാത്രമല്ല, വായ് കൊണ്ട് അത് ഡിക്ലെയർ ചെയ്യുവാനായിട്ട് തയ്യാറാകണം. എസ്രാ 8-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട്. എസ്രാ ശാസ്ത്രി പറയുകയാണ്, ഞങ്ങൾ രാജാവിനോട്, അർത്ഥശിഷ്ട രാജാവിനോട് പറഞ്ഞു ഈ കാര്യം, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ തൻ്റെ അധരത്തിലൂടെ പുറത്തു വന്നിരുന്നു എന്ന് നാം കാണുകയാണ്. ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ നാം കാണുന്ന സാഹചര്യമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമായിരിക്കാം. ഒരു പുതിയ സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാലും നമ്മുടെ വാക്കുകൾ, ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ദൈവം എൻ്റെ കൂടെയുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ഒരു ബോധ്യം, ഈ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നും ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നാം നടക്കുന്നത് എന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ, ആ ഉറപ്പിൻ്റെ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ അധരത്തിലൂടെ പുറത്തു വരിക തന്നെ ചെയ്യണം. ഇനി ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. തുടർന്ന് അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് ഇങ്ങനെ നാം കാണുകയാണ്, അങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. നോക്കുക, ഇവർ ഒരു മനുഷ്യരുടെ കൂട്ടമായിട്ട് വെറുതെ നടന്നു പോവുകയല്ലായിരുന്നു. പിന്നെയോ അവരുടെ കൈവശം ഒത്തിരി വിലയേറിയ വസ്തുക്കളുണ്ട്. സ്വർണവും വെള്ളിയും ദൈവാലയത്തിലെ ഉപകരണങ്ങളും, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് മൂല്യമേറിയ വസ്തുക്കൾ ചുമന്നുകൊണ്ടാണ് ഇവർ ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ തന്നെ അർത്ഥശിഷ്ട രാജാവ് ഇവർക്കൊരു പ്രോമിസ് കൊടുത്തിരുന്നു, നിങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തുണയായിട്ട്, നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് കുതിരചേവകരെയും കുറച്ച് പടയാളികളെയും ഒക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് അർത്ഥശിഷ്ട രാജാവ് അവരോട് പറയുമ്പോൾ, ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെയുള്ളത് കൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നടക്കുന്നതെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട്, ദൈവം എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ രാജാവിനോട്
ആ സെക്യൂരിറ്റി ഞങ്ങൾക്ക് തരണമെന്ന് പറയുവാൻ ലജ്ജിച്ചിരുന്നു എന്ന് എസ്രാ ശാസ്ത്രി അവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നാം കാണുന്നത് താൻ വിശ്വസിച്ച കാര്യം, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്, ഞാൻ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെയുണ്ട് എന്ന് താൻ വിശ്വസിക്കുക മാത്രമല്ല, അത് വായ്കൊണ്ട് ഏറ്റുപറയുക മാത്രമല്ല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി താൻ അവിടെ പ്രസിദ്ധമാക്കുകയാണ്. ഇനി അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിജയിക്കുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ആ ഭാഗത്ത് നാം കാണുന്നു. 23-ാമത്തെ വചനം, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അഞ്ചാമതായിട്ട്, പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു അനുഭവമാണ് പ്രാർത്ഥനയുടെ അനുഭവം. വിജയിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുവോ, നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ഒരു അനുഭവം ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എസ്ര യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയും ദൈവത്തിനോട് ആലോചന ചോദിക്കുകയും ദൈവത്തെ മാത്രം വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജീവിതത്തിലൂടെ പ്രസിദ്ധമാക്കി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായപ്പോൾ തൻ്റെ യാത്ര സഫലമായതുപോലെ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വയ്ക്കുന്ന സ്റ്റെപ്പുകളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തി നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മേഖലകളിൽ ഒന്ന് ക്രമീകരിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ, ദൈവത്തിൻ്റെ കരം തേടുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. നമ്മുടെ സ്റ്റെപ്പുകൾ ദൈവത്താൽ നിയുക്തമാക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ദൈവം നമ്മെ ജയാളിയായി മുന്നിലേക്ക് നയിക്കുകയും ചെയ്യുവാനായിട്ട് പോവുകയാണ്. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.